ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യൂസ്ഡ്, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. എന്തൊക്കെ സാധ്യതകളാണ് മാർക്കറ്റ് ഉള്ളതെന്ന്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഞാൻ ഗോൾഡിൽ നിന്ന് തന്നെ, നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 4 hourലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലിക്വിഡിറ്റി സ്വിപ്പ് നടത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതിനുശേഷം ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ. ലാസ്റ്റ് ദിവസങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ട് ദിവസം മുന്നേ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും ബയ്യേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം എന്താണ് നേരെ ഒന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് 50 മിനിറ്റിലേക്ക് പോയി നോക്കിയാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇല്ല, നമ്മൾ ഇന്നലത്തെ ട്രെൻഡിന് ശേഷം നോക്കി മാർക്കറ്റ് വന്ന് മേജർ ഹൈനെടുത്തു. ഹൈയിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സെല്ലേഴ്സാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇല്ല, ജസ്റ്റ് ആ ലിക്വിഡിറ്റി ഇതിന് മുകളിലുള്ള ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ സെല്ലിലേക്ക് വന്നു. ലോയിലേക്ക് വന്നപ്പോൾ എന്താണ് അതേപോലെ തന്നെ ബയ്യേഴ്സാണ് ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ളത്. ജസ്റ്റ് ആ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ കിട്ടാൻ സാധ്യത നമുക്ക് മൈനർ ട്രെൻഡ് എൻട്രിക്കാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. ഓക്കെ അല്ലേ. അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കാൻ പറ്റിയൊരു മാർക്കറ്റൊന്നുമല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റിലേക്ക് ഒന്ന് മേജർ ഹൈ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അഗ്രസീവായിട്ട് സെല്ല് നോക്കാൻ പറ്റിയ മാർക്കറ്റും അല്ല, അഗ്രസീവായിട്ട് അത്രത്തോളം ബൈയിലേക്ക് നോക്കാൻ പറ്റിയ മാർക്കറ്റും അല്ല കേട്ടോ. ഫസ്റ്റ് അതിനെ ശ്രദ്ധിക്കുക. നമുക്ക് ബൈയിങ്ങിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തൊട്ട് താഴത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുണ്ടല്ലോ ബൈയിങ് സോൺ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് വന്ന് ഈ ഒരു ബൈയിങ് സോണിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. മൈനർ ട്രെൻഡ് എൻട്രിക്കാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഹൈയിലും ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പാണ്, അതുപോലെ തന്നെ ലോയിലും ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ബയ്യേഴ്സും സെല്ലേഴ്സും ഇതിനകത്താണ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഹൈയിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആവുന്നു, ലോയിലേക്ക് വരുമ്പോൾ ബയ്യേഴ്സ് സ്ട്രോങ് ആവുന്നു. ഓക്കെ അല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ളിൽ സൈഡ് വേസ് എന്ന രീതിയിൽ തന്നെ തട്ട് നിൽക്കാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എൻട്രീസ് കിട്ടുന്നതിൽ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ട്രെൻഡിൽ ആകെ ഒരു എൻട്രിക്ക് സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സോണിലൊക്കെ മാത്രമാണ് കേട്ടോ. ഓക്കെ ആവുന്നില്ല. അതിനുശേഷം മാർക്കറ്റ് വന്ന് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്കിതിന് താഴെ ലെവൽസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിലെ ലെവൽസിലൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെയും ബൈ എൻട്രി നോക്കാം. ഏതെങ്കിലും ഒരു ട്രെൻഡിലേക്ക് ഒരു ഡയറക്ഷൻ കിട്ടട്ടെ, അല്ലെങ്കിൽ ആ സെല്ലിലേക്കാണ് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ ഹൈയിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ട്, ഓക്കെ അല്ലേ, ലോയിനായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിലെ ഇൻഡ്യൂസ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് സെല്ലിംഗ് സോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സെല്ല് നോക്കാനായിട്ടും പറ്റും. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ ഇപ്പോൾ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും എന്താണ് യൂറോ യൂസ്ഡിൽ നോക്കുകയാണെങ്കിലും പുതിയൊരു BOS ഇവിടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നിട്ട് വീണ്ടും ലോയിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ BOS ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്ന ഏതായിരിക്കും? ഇത് തന്നെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടും വരുന്നത്. ഓക്കെ അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയ സെല്ലിംഗ് സോണിൽ എന്താണ്, ഇന്നലെ പറഞ്ഞു പോയ ലെവൽസിൽ നിന്ന് ഏറ്റവും ലോയിലെ സെല്ലിംഗ് സോണിൽ നിന്നാണ് മാർക്കറ്റ് താഴെ പോയത്. ഈ ട്രേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു RR കുറവാണ്. അപ്പോൾ അത്രത്തോളം അഗ്രസീവായിട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഇതിന് ശേഷമാണ് പിന്നെ പുതിയൊരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിലും എന്താണ് നമുക്ക് സെല്ലെടുക്കാനായിട്ട് പറ്റിയ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഓക്കെ, ഇതാണ് മേജർ ലോ ആയിട്ടും ഈ ഒരു ട്രെൻഡിൽ വരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ലോയിലൊരു ഇൻഡ്യൂസ്മെൻ്റ് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ കൗണ്ടർ ട്രെൻഡ് എൻട്രിക്കാണ് സാധ്യതകൾ കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ. ഇവിടെ തന്നെ ഒരു ബൈയിങ് സോണും ഉണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഈ ഒരു ബൈയിങ് സോണിലൊക്കെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ, ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എന്താണ് ഒരു കൗണ്ടർ ട്രെൻഡ് എൻട്രി, ഈ ഒരു ലിക്വിഡിറ്റി വരെ നമുക്കൊരു കൗണ്ടർ ട്രെൻഡിലെ ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഈ ഒരു സാധ്യതയാണ് യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്കും വരുന്നത് കേട്ടോ. ഇനി മേജർ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് സെൽ എൻട്രി എടുക്കാം. ഇതല്ലാന്നാണെങ്കിൽ എന്താണ് ഈ മുകളിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് സെൽ എൻട്രിക്ക് നോക്കാനായിട്ട് പറ്റും. മേജർ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ സെൽ എൻട്രിക്ക് സാധ്യത കൂടുതൽ ഈ ഒരു ലെവലിലാണ് കേട്ടോ യൂറോ യൂസ്ഡിൽ. അതുപോലെ തന്നെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ യൂറോ യൂസ്ഡിൽ ഈ ഒരു ഭാഗത്താണ് സാധ്യതകൾ കൂടുതൽ. ഓക്കെ ആവുന്നില്ലേ. 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും. ഓക്കെ, യൂറോ യൂസ്ഡിൽ 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ കിട്ടിയിട്ടില്ല. അത്യാവശ്യം RR കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്നാണ് ഈ പ്രീമിയത്തിൽ സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ നിഫ്റ്റീൻ്റെ ലെവൽസും നോക്കിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ അല്ലേ. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇന്നലെ സെല്ലിങ്ങിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ഏതൊക്കെയായിരുന്നു? സെല്ലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മുതലായത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ലോയിലെ ഇൻഡ്യൂസ്മെൻറ്റ് 2 അല്ലേ. ഓക്കെ അല്ലേ. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ ദിവസത്തേക്ക് നോക്കി
ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയിങ്ങിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടില്ല. ഇതാണ് മേജർ ലോ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ബൈയിങ്ങിലേക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഈ ഒരു ട്രെൻഡിൽ മാർക്ക് ചെയ്യാനായിട്ട് ഇല്ല. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് എന്താണ് സെല്ലിങ്ങിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ അല്ലേ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇന്നത്തെ ദിവസത്തേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ലോയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് നോക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ആകെ സെല്ല് നോക്കാൻ പറ്റിയ ഒറ്റ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നതിന് നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഇന്നത്തെ ദിവസം തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹയർ ബ്രേക്ക് വേണമെന്നാണ് ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷവും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം കേട്ടോ. പിന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലെന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിലാണ്. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് സെൽ എൻട്രി നോക്കാം. ഇത്രയും ലെവൽസ് മാത്രമേ ഇന്നത്തെ വസ്തു നോക്കാനായിട്ടുള്ളൂ കേട്ടോ. ഗോൾഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡാണ്. യൂറോ USDയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ അല്ലേ, കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയും അതുപോലെ തന്നെ മേജർ ട്രെൻഡിലേക്ക് ലിക്വിഡിറ്റിയിലേക്ക് വന്നാലും നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഈ ഒരു സെൽ എൻട്രിക്ക് മാത്രമേ സാധ്യതയുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നതിന് നമുക്ക് ആ ഒരു സെൽ എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ബാക്കിയെല്ലാം സെയിം ഡേയിലെ 5 മിനിറ്റിലെ ലിക്വിഡിറ്റിക്ക് അനുസരിച്ചും ട്രേഡുകൾ നമുക്ക് നിഫ്റ്റിയിൽ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ദിവസത്തേക്കുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.